ഹായ് ഹലോ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സായിട്ട് വന്നിരിക്കുകയാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏപ്രിൽ മാസത്തെ എല്ലാ മോസ്റ്റ് കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻസും അടങ്ങിയ ഏപ്രിൽ മാസത്തിലെ ബെസ്റ്റ് കറണ്ട് അഫയേഴ്സായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് ഓരോ ടോപ്പിക്കുകൾ നോക്കി നമുക്ക് പഠിക്കാം അല്ലേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു അവാർഡ് അല്ലെ, ഒരു സ്പോർട്സ് അവാർഡ് ആണ്. നോക്കിയേ, നമുക്ക് എല്ലാവർക്കും നമ്മൾ സ്ഥിരമായിട്ട് SSC എക്സാംസിലൊക്കെ ചോദിച്ച് കാണുന്ന ഒരു കൈൻഡ് ഓഫ് ചോദ്യമാണിത്. ലോറസ് വേൾഡ് സ്പോർട്ട് അവാർഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ കേട്ടാണോ അല്ലേ, പണ്ടൊക്കെ കേട്ടാണും. അതായത് ഓസ്കാർ സ്പോർട്സ് അവാർഡ്, അതായത് സ്പോർട്സ് അവാർഡിലെ ഓസ്കാർ എന്നൊക്കെ വിളിക്കുന്ന അവാർഡാണിത് ലോറസ് വേൾഡ് സ്പോർട്ട് അവാർഡ് എന്ന് പറയുന്നത് അല്ലേ. ഓസ്കാർ ഓഫ് സ്പോർട്സ് എന്നൊക്കെ വിളിക്കുന്ന അവാർഡ്സ് ആണ്. മെയിനായിട്ട് നമുക്ക് നോക്കണം. നോക്കിയേ, സ്പോർട്സ് മാൻ നമുക്ക് നോക്കണം, സ്പോർട്സ് വുമൺ നമുക്ക് നോക്കണം, ബ്രേക്ക് ത്രൂ ഓഫ് ഇയർ അവാർഡ് നമുക്ക് നോക്കണം, പിന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നമുക്ക് നോക്കണം. ഈ 4 എണ്ണമാണിത് മെയിനായിട്ട് എടുത്ത് ചോദിക്കാറുള്ള 4 സ്പോർട്സ് അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കാം. ഫസ്റ്റ് ഒന്ന് നോക്കിയേ, സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ അവാർഡ് ആൾക്കാർ കിട്ടിയത് നമ്മുടെ കാർലോസ് അൽക്രാസിനാണ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് കേട്ടോ. അതുപോലെ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് ആൾക്കാർ ലഭിച്ചത് അത് അരണ്യ സബലേങ്കാണ് നമ്മുടെ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത്. ഓക്കെ, 2 പ്ലെയേഴ്സും രണ്ടുപേരും ഏത് ഫീൽഡുമായിട്ടാണ്, ടെന്നീസുമായിട്ട് അല്ലേ, രണ്ടുപേരും ടെന്നീസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരല്ലേ. പ്രത്യേകം പഠിക്കുക. സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് കാർലോസ് അൽക്രാസ്, സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് അരണ്യ സബലേങ്കാണെന്ന് പഠിച്ചു വെക്കാം. അടുത്താണ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ അവാർഡ്. ആർക്കാണ്? ലാൻഡോ നോറിസിനാണ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് കേട്ടോ. ആർക്കാണ്? ലാൻഡോ നോറിസിനാണ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത്. അടുത്താണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ആർക്കാ ലഭിച്ചത്? ലൈഫ് ടൈം, വെരി ഇമ്പോർട്ടൻറ്റ്, അതും ചോദിക്കാറുണ്ടല്ലോ. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് നാഡിയ കമാനിസ്കിയാണിത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചോ. ഒരു ജിംനാസ്റ്റ് ആട്ടോ. ഓക്കെ, ജിംനാസ്റ്റ് ചോദിക്കാൻ വേണമെങ്കിൽ ജിംനാസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് പഠിച്ചു. സ്പോർട്സ് മാൻ, സ്പോർട്സ് വുമൺ, ബ്രേക്ക് ത്രൂ, അതുപോലെ ലൈഫ് ടൈമും. ഇത് 4 പഠിച്ചു വെക്കുക. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കും. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് ആണ്, അതും സ്പോർട്സിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ് ആയതുകൊണ്ട് എന്തായാലും ചോദിക്കാൻ എന്താണ് ഭയങ്കര ചാൻസ് കൂടിയ ഒരു ചോദ്യം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് അപ്പോയിൻമെന്റ്സിനെ പറ്റി നോക്കാം അല്ലേ. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സ് നോക്കാം. നോക്കി, NS രാജാ സുബ്രഹ്മണി ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ന്യൂ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെന്റ് ആണ്. ആരാണ്? NS രാജാ സുബ്രഹ്മണി. എന്താണ്? ചീഫ് ഓഫ്, നോക്കിയേ, പുതിയ ചീഫാണല്ലേ, ന്യൂ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഓക്കെ, പുതിയ ഡിഫൻസ് സ്റ്റാഫിന്റെ ചീഫായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? NS രാജാ സുബ്രഹ്മണ്യനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇദ്ദേഹം 3rd CDS ആണ്. ഓക്കെ, അതായത് 3rd ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ്. ഓക്കെ, 3rd NS രാജാ സുബ്രഹ്മണ്യം വെച്ചാൽ 3rd ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ആണിത് NS രാജാ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് അല്ലേ. ഇനി ഫസ്റ്റ് ആരായിരുന്നു? ഫസ്റ്റ് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ബിപിൻ റാവത്ത് അല്ലേ. ഫസ്റ്റ് ബിപിൻ റാവത്ത് ആയിരുന്നത് ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതിന് മുമ്പ് ആരായിരുന്നു? ചിലപ്പോൾ ചോദിക്കാം 2026 മാറിയത്. ഇപ്പൊ 2025 ആരാണെന്ന് ചോദിക്കാം. അനിൽ ചൗഹാൻ ആയിരുന്നു. അനിൽ ചൗഹാനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് രാജാ സുബ്രഹ്മണ്യം വന്നിട്ടുള്ളത് കേട്ടോ. റീപ്ലേസ്ഡ് അനിൽ ചൗഹാൻ. ഓക്കെ, അനിൽ ചൗഹാനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നതാണ്. പ്രത്യേകിച്ച് നോക്കിയേ, ചീഫാണ്, ഡിഫൻസ് സ്റ്റാഫിന്റെ ചീഫ് കൂടിയാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിയേ, അശോക് കുമാർ ലഹരി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്. അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗിന്റെ ഒരു പുതിയ ചെയർമാൻ ആരാണ്? അശോക് കുമാർ ലഹരി വൈസ് ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നാ നീതി ആയോഗ് ഫോം ചെയ്ത് 1 ജാനുവരി 2015 ഫോം ചെയ്തത് അല്ലേ. അപ്പോൾ ആരാണ് CEO? ആരാണ് CEO? കറണ്ട് CEO ആരാണ്? CEO നിധി ചിബ്ബർ കേട്ടോ. നിധി ചിബ്ബറാണ് കറണ്ട് CEO എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളൊരു പോയിന്റ് പഠിക്കുമ്പം ഇപ്പോൾ ജസ്റ്റ് ഒരു കാര്യം മാത്രം പഠിച്ചു പോരില്ല, ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണ് അതിൻ്റെ കൂടെ പഠിച്ചു പോകുന്നത് എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പഠിച്ചു പോകുക. ഏത് ടോപ്പിക്കാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും റിലേറ്റഡ് ഫാക്ട്സും കൂടെ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും മസ്റ്റായിട്ടും പഠിച്ചു പോകണം. അത് എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ,
ആർട്ടിമിസ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പേസ് മിഷൻ ആണ്. റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ എടുത്ത് നോക്കിയാൽ എക്സാം പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്പേസ് മിഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സ്പേസ് മിഷൻസ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ എന്താണ് സ്ഥിരമായിട്ട് നമ്മുടെ CGL-നൊക്കെ ഇപ്പം ഒരുപാടായിട്ട് കാണാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് സ്പേസ് സംബന്ധപ്പെട്ട അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫാക്ട്സ് നിങ്ങൾ എന്തായാലും മിസ്സാക്കാണ്ട് പഠിക്കുക കേട്ടോ. നോക്കാം ആർട്ടിമിസ് 2. ഓക്കെ, ആർട്ടിമിസ് 2-നെ പറ്റിയാണ് പറയുന്നത് അല്ലേ. ആരാണ് ലോഞ്ച് ചെയ്തത്? ലോഞ്ച്ഡ് ബൈ നാസ. ഓക്കെ, നാസയാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ലോഞ്ച്ഡ് ബൈ നാസ. ഇനി ഏത് സ്പേസ് ക്രാഫ്റ്റിലാണ്? നമുക്ക് 4 പേര് മെയിനായിട്ട് ഈ നാസ മിഷൻ അല്ലെങ്കിൽ ആർട്ടിമിസ് 2-ലേക്ക് വന്ന 4 പേര് ആരൊക്കെ നോക്കാം. റൈഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച് ആൻഡ് ജെറമി ഹാൻസൺ ആണ് ഈ 4 പേര്. ഈ 4 പേരുകൾ നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഓഡ് വൺ ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എന്താണ് ആർട്ടിമിസ് 2 എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ ഓഡ് 1 ഔട്ട് ആരാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 4 പേരിൽ ഒരാളുടെ പേര് മാത്രം മാറ്റി എന്താണ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് സ്പേസ് ക്രാഫ്റ്റിലാണ് പോകണമെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിലാട്ടോ. ഇതാണ് ഓറിയോൺ. ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിലാണിത് ഇവർ പോകുന്നത്. അതുപോലെ ഫസ്റ്റ് ബ്ലാക്ക് മാൻ സെലക്ടഡ് ഫോർ ആർട്ടിമിസ് 2 എന്ന് പറയുന്നത് വിക്ടർ ഗ്ലോവർ ആണ്. അതും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിമിസ് 2 ആരാണ് ലോഞ്ച് ചെയ്തത്? നാസയാണ് ലോഞ്ച് ചെയ്യുന്നത്. ആരൊക്കെയാണ് എന്ന 4 പേരുകൾ പഠിച്ചു വെക്കാം. ഏത് സ്പേസ് ക്രാഫ്റ്റിലാണ് പോകുന്നത്? ഇത്തരം കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 പേരുകൾ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കി വെക്കുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ചോദിക്കും. സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തായാലും ചോദിക്കും. ഷോർട്ട് നമ്മൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണിത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ജൻ വിശ്വാസ് ബിൽ. ഓക്കെ, ജൻ വിശ്വാസ് ബിൽ പുതിയതായിട്ടൊരു ബില്ല് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്താണ്? ടു ഡീക്രിമിനലൈസ് മൈനർ ഒഫൻസസ്. അതായത് ചെറിയ കുഞ്ഞ് വയലേഷൻസിൻ്റെ ഭാഗമായിട്ട് അത് ക്രിമിനൽ ഒഫൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതെന്താണ്? അത് അവോയ്ഡ് ചെയ്യാമെന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയ അല്ലെങ്കിൽ എന്താണ് ഇനിഷ്യേറ്റ് ചെയ്ത ഒരു സംഭവം എന്താ? ജൻ വിശ്വാസ് ബിൽ എന്ന് പറയുന്നത് കേട്ടോ. മെയിനായിട്ട് നമ്മൾ വളരെ സ്മോൾ ആയിട്ടുള്ള വയലേഷൻ എന്താണ് അത് കാരണം അത് ക്രിമിനൽ ഒഫൻസ് ആയിട്ട് എന്താണ് റിമൂവിങ് ക്രിമിനൽ പണിഷ്മെൻ്റ് ആണ്. ഓക്കെ, to remove criminal punishment for small offenses അല്ലെങ്കിൽ small violations. Okay, small violations. Okay, small violations അതാണിത് മെയിനായിട്ട് ഈ ജൻ വിശ്വാസ് ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കാം എന്താണ് ഈ ജൻ വിശ്വാസ് ബില്ല് കൊണ്ട് എയിം ചെയ്യുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചാൽ ആൻസർ എന്തായിരിക്കും? ആൻസർ ഇതാട്ടോ, ടു ഡീക്രിമിനലൈസ് മൈനർ ഒഫൻസ് ആണിത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് കർണാടക സ്റ്റേറ്റ് ബിക്കം ദ ഓവറോൾ ചാമ്പ്യൻ ഓഫ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026. അഗെയിൻ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണിത് നമ്മുടെ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 എന്ന് പറയുന്നത്. ആരാണ് ജയിച്ചത്? ഓക്കെ, കർണാടക സ്റ്റേറ്റ് ആണിത് ഇതിനകത്ത് വോൺസ് ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ എവിടെ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തത് അല്ലെങ്കിൽ നടന്ന എവിടെയൊക്കെ ചോദിക്കാം. എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്? ഹോസ്റ്റ് ഛത്തീസ്ഗഡ് കേട്ടോ. ഹോസ്റ്റ്. ഓക്കെ, ഛത്തീസ്ഗഡിലാണിത് ഇത് നടന്നത്. അതുപോലെ ബാക്കി എക്സ്ട്രാ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കർണാടക എന്താണ്? കർണാടക ചാമ്പ്യൻസ് ആയി. അതുപോലെ മാസ്കോട്ട് നോക്കി, മാസ്കോട്ട് മോർവീർ എന്നാണിത് ഇവരുടെ മാസ്കോട്ട്. ഈ മാസ്കോട്ടൊക്കെ ചോദിക്കാൻ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളായതുകൊണ്ട് 3 ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വരും. ഫസ്റ്റ് ചോദ്യം, എവിടെയാണ് ഈ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് കണ്ടക്ട് ചെയ്തത്? ഒന്നാമത്തത്. രണ്ടാമത്, ഏത് സ്റ്റേറ്റ് ആണ് അതിനകത്ത് വോൺ ചെയ്തത്? മൂന്നാമത്, ഇവിടെ മാസ്കോട്ട് എന്തായിരുന്നു? ഓക്കെ, മോർവീറിൻ്റെ അർത്ഥം വെച്ചാൽ അവർ ബ്രേവറി എന്നാട്ടോ. അതിനർത്ഥം അവർ ബ്രേവറി. ഓക്കെ, അവർ ബ്രേവറി എന്നാണിത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ. ഇനി കുറച്ചും കൂടി എന്താണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ടോപ്പ് എത്തിയ കർണാടകയ്ക്ക് എത്ര ഗോൾഡ് മെഡൽസ് ഉണ്ടായിരുന്നു? ഒഡീഷയ്ക്ക് എത്ര ഗോൾഡ് മെഡൽസ് ഉണ്ടായിരുന്നു? അതുപോലെ ജാർഖണ്ഡ് എത്ര മെഡൽസ് ഉണ്ടായിരുന്നു? ഇങ്ങനെ ചോദ്യം വയ്ക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നമുക്ക് പഠിക്കാം. ഓക്കെ, അതായത് ഫസ്റ്റ്, ഓക്കെ, ഇതാണ് ഫസ്റ്റ്, ഒഡീഷ സെക്കൻഡ്, തേർഡ് ജാർഖണ്ഡ്. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നമ്മൾ പഠിച്ചു വെക്കാം. കർണാടക എത്ര ഗോൾഡ് ഉണ്ട്? കർണാടകയ്ക്ക് 23 ഗോൾഡ് ഉണ്ടായിരുന്നു, 8 സിൽവർ ഉണ്ടായിരുന്നു, 7 ബ്രോൺസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കാം. അത് ചോദിക്കാം ടോട്ടൽ എത്രയാണ്? 23, 7, 30, 38 മെഡൽസ് അല്ലേ? ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 38 മെഡൽസ് ആയിരുന്നു എന്ത് നമ്മുടെ കർണാടകയ്ക്ക് ഉണ്ടായിരുന്നു. സെക്കൻഡ്, ഒഡീഷയ്ക്ക് എത്ര ഉണ്ട്? ഒഡീഷയ്ക്ക് 21 ഗോൾഡ്, 15 സിൽവർ, 21 ബ്രോൺസും ഉണ്ട് കേട്ടോ. അപ്പോൾ 21, 42, 52, 57. ഓക്കെ, 57 മെഡൽസ് ആയിരുന്നു എന്ത് സെക്കൻഡ് വന്ന
ഒഡീഷയ്ക്കുള്ളത്. നെക്സ്റ്റ് ജാർഖണ്ഡ് നോക്കി 16 ഗോൾഡ് അല്ലേ, 16 ഗോൾഡ്, 8 സിൽവർ, 11 ബ്രോൺസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ 24, 11, 35. ഓക്കെ 35 മെഡൽസ് ആയിരുന്നു ആർക്കുണ്ട്, നമ്മുടെ ജാർഖണ്ഡിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ജസ്റ്റ് നോട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ല എല്ലാ ഒന്നെങ്കിൽ ടോട്ടൽ മെഡൽസ് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഗോൾഡ് മെഡൽസ് മാത്രം എന്താണ്, അത് മാത്രം ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ചോദിക്കാറുണ്ട് ഈ ഓട്ടത്തിന് ഓടിച്ച് നോക്കുക, കർണാടക, ഒഡീഷ, അതുപോലെ ജാർഖണ്ഡ് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് ഷെഖാജീൽ ബേർഡ് സാങ്ച്വറി became the India's 99th റാംസാർ സൈറ്റ്. ഓക്കെ നോക്കി 99ാമത്തെ ഇന്ത്യയിലെ 99th ഇമ്പോർട്ടൻ്റ് അല്ലേ, സെഞ്ചുറി അടിക്കാറായി അല്ലേ, 99th റാംസാർ സൈറ്റ് ആയിട്ട് ഏത് സാങ്ച്വറി വന്നു, നമ്മുടെ ഷെഖാജീൽ ബേർഡ് സാങ്ച്വറി മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്, ലൊക്കേറ്റ് അലിഗാർ, ഉത്തർപ്രദേശിലെ അലിഗാറിലാണെന്ത് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഉത്തർപ്രദേശിലെ അലിഗാറിലാണ്. പ്രത്യേകം എടുത്ത് ചോദിക്കാം എവിടെയാണ് ഇത് കാണപ്പെടുന്നത്, ചോദിക്കാം എവിടെയാണ് അത്, അലിഗാറിലെ ഉത്തർപ്രദേശിലാണ് ഇത് കാണപ്പെടുന്നതെന്നൊന്ന് പഠിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് സെൻസസ് 2027 വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇത്രയും കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സെൻസസ് 2011 അല്ലേ. അപ്പോൾ ഫൈനലി എന്താണ് നമ്മുടെ സെൻസസ് അടുത്ത നമ്മുടെ നെക്സ്റ്റ് ഡീക്കേഡിൽ വരുന്നുണ്ട്. 2027 അത് റിലീസ് ആവുന്നതായിരിക്കും. ഒരുപാട് 2027 റിലീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ഡീറ്റെയിൽസ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ കോമ്പറ്റീവ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ അത് നമ്മുടെ സെൻസസ് 2011 അല്ലേ. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ. പക്ഷേ ഇനി എന്താണ് 2027 കാര്യങ്ങൾ ചോദ്യങ്ങളായിരിക്കും അടുത്ത കൊല്ലം വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എന്താണ് നമ്മൾ മസ്റ്റായിട്ട് നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കേണ്ടി വരും കേട്ടോ. ഏകദേശം നോക്കി 2 ഫേസിൽ 2011 നമ്മൾ 2 ഫേസിൽ കണ്ടക്ട് ചെയ്തു. ഏതൊക്കെ ഫേസിലാണ്? ഫസ്റ്റ് ഫേസാണ് ഹൗസ് ലിസ്റ്റിംഗ് ഫേസ് കേട്ടോ. നമ്മുടെ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു കേട്ടോ. ഈ 2026 ഒക്ടോബർ ആകുമ്പോഴേക്കും ഫസ്റ്റ് ഫേസായ ഹൗസ് ലിസ്റ്റിംഗ് ഫേസ് സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് ഫേസ് അടുത്ത വർഷം ഫെബ്രുവരിയിലേക്ക് ആകുമ്പോൾ പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്താണ് ഫേസ് സെക്കൻഡ് അടുത്ത വർഷവും സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടില്ലേ. ഇനി എക്സ്ട്രാ ഡീറ്റെയിൽസ് നോക്കാം. ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ സെൻസസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കി എന്താ സംഭവം, എന്താ ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ സെൻസസ് ആണത് നമ്മുടെ സെൻസസ് 2027 എന്ന് പറയുന്നത്. അതായത് ആദ്യമായിട്ട് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്ത ഫസ്റ്റ്ലി ഫുള്ളി ഡിജിറ്റൽ സെൻസസ് ആണ്. കംപ്ലീറ്റ് ഡിജിറ്റൽ ആയിട്ടാണ് ഇത് സെൻസസ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കി ഇതുപോലെ വേറെ പ്രത്യേകമാണ് കേസ്റ്റ് എന്യൂമറേഷൻ വിൽ ഓൾസോ ബി ഇൻക്ലൂഡ് ഇൻ ഫേസ് 2. നോക്കി ആദ്യമായിട്ട് കേസ്റ്റ് എന്യൂമറേഷൻ എന്ന സംഭവം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതും നമ്മുടെ ഈ സെൻസസ് 2027 ആദ്യമായിട്ട് കേസ്റ്റ് എന്യൂമറേഷൻ അതുപോലെ ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ സെൻസസ് രണ്ടും 2027 സെൻസസ് ആട്ടോ. 2 പ്രത്യേകത കേട്ടോ. ഇനി മാസ്കോട്ട് എന്താണ്? പ്രഗതി ആൻഡ് വികാസ്. ഓക്കെ പ്രഗതി ആൻഡ് വികാസ് ആണത് മാസ്കോട്ട് എന്ന് പറയുന്നത്. 2011 നമ്മൾ വുമൺ എന്യൂമറേറ്റർ ആയിരുന്നത് 2011 നമ്മുടെ മാസ്കോട്ട് എന്ന് പറയുന്നത് അല്ലേ. നോക്കി എന്താണ് പ്രഗതി ആൻഡ് വികാസ് മീൻസ് ഫീമെയിൽ ആൻഡ് മെയിൽ നാട്ടോ അർത്ഥം. ഫീമെയിൽ ആൻഡ് മെയിൽ എന്നാണത് ഇതിൻ്റെ അർത്ഥം. അതുപോലെ ഇതിൻ്റെ സ്ലോഗൻ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. സ്ലോഗൻ സെൻസസ് ഫോർ പബ്ലിക് വെൽഫെയർ. സെൻസസ് ഫോർ പബ്ലിക് വെൽഫെയർ ആണെന്ത് ഇതിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത് കേട്ടോ. സെൻസസ് ഫോർ പബ്ലിക് വെൽഫെയർ. അതുപോലെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിക്കാം. ആരാണ്? സുദർശൻ പട്നായിക് കേട്ടോ. സുദർശൻ പട്നായിക് ആണ് ഇതിൻ്റെ ഈ 2020 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ സെൻസസ് 2027 പഠിച്ചിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ഫേസിൽ കണ്ടക്ട് ചെയ്യുന്നത്? 2 ഫേസിൽ. ഒന്ന് ഹൗസ് ലിസ്റ്റിംഗ് ഫേസും ഒന്ന് പോപ്പുലേഷൻ എന്യൂമറേഷൻ ഫേസും. അടുത്ത എന്താണ്? ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ സെൻസസ് ആണെന്ന് അടുത്ത കൊല്ലത്തെ എന്ന് പറയുന്നത്. അടുത്താണ് കേസ്റ്റ് എന്യൂമറേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്? അതും അടുത്ത കൊല്ലത്തെ സെൻസസിലാണ്. അതുപോലെ മാസ്കോട്ട് പഠിക്കുക, സ്ലോഗൻ പഠിക്കുക, അതുപോലെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് സെലക്ട് ചെയ്ത ആരെയാണ്? സുദർശൻ പട്നായിക്കിനാണ് ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അടുത്ത അവാർഡാണ് പ്രൊഫസർ MS സ്വാമിനാഥൻ അവാർഡ് 2026 അല്ലേ. നമ്മുടെ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഒക്കെ അറിയപ്പെടുന്ന പ്രൊഫസർ MS സ്വാമിനാഥൻ അവാർഡ് 2026 ആർക്ക് ലഭിച്ചിട്ടുള്ളത്? ഡോക്ടർ CH ശ്രീനിവാസ റാവുവിനാണിത് ഇത് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു നോക്കുക. കാരണം ഇമ്പോർട്ടൻ്റ് ഒരു അവാർഡാണിത്. സ്ഥിരമായിട്ടെന്നാണ് ചോദിച്ചു കാണുന്ന അവാർഡ്സ് ആണ്. ഈ അവാർഡ്സ് ഒക്കെ ആണല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ ഈ അവാർഡ്സ്, അപ്പോയിൻമെൻറ്റ്സ്, സ്പോർട്സ് എല്ലാ ക്ലാസ്സിലും പറയുന്ന റിപ്പീറ്റ് പറയുന്ന കാര്യമാണ്. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് ആ ഒരു ഏരിയ നിന്നായിരിക്കും കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് ന്യൂ CM ഓഫ് ബീഹാർ. ഞാൻ പറഞ്ഞില്ല എല്ലാ സ്റ്റേറ്റിലെയും പുതിയ CM, ഗവർണർ ഇവരൊക്കെ മാറുമെന്നാണ്. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കണമെന്ന് ഇമ്പോർട്ടൻ്റ് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ ബീഹാറിലെ പുതിയ CM ന്യൂ CM ഓഫ് ബീഹാർ. ബീഹാറിലെ CM ആണിത് സാമ്രാട്ട് ചൗധരി കേട്ടോ. സാമ്രാട്ട് ചൗധരി ഫസ്റ്റ് BJP ലീഡർ കേട്ടോ. ഫസ്റ്റ് BJP ലീഡർ ഓഫ് ബീഹാർ ആണ്. ഫസ്റ്റ് BJP ലീഡർ ഓഫ് ബീഹാർ ആണെന്ത്? സാമ്രാട്ട് ചൗധരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ചോദിക്കാം ബീഹാറിലെ ആദ്യത്തെ BJP CM ആയി കഴിഞ്ഞാൽ ആദ്യത്തെ വ്യക്തിയാണെന്ന് വെച്ചാൽ സാമ്രാട്ട് ചൗധരി ആണെന്ന് ഒന്ന് പഠിച്ചു വെക്കുക.
അടുത്ത് ടൈറ്റ്സ് ഓഫ് ടൈം. ഓക്കെ, സുധാമൂർത്തിയുടെ ബുക്ക് കേട്ടോ. ഓക്കെ, സുധാമൂർത്തിയുടെ പുതിയൊരു ബുക്കാണ് ടൈറ്റ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. സ്ഥിരമായിട്ട് നമ്മളല്ലോ ഈ ബുക്സ് ആൻഡ് ഓതേഴ്സ് ചോദിക്കുന്ന സെക്ഷനിൽ നിന്ന് മേ ബി നമുക്ക് 4 പാർട്ട് ചോദിക്കാം. ഒന്ന് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സ് ഫേമസ് ആയിട്ട് ഭാഗമായിട്ട് അവരുടെ എല്ലാ ബുക്കുകളും ചോദിക്കാം. പിന്നെ ഓട്ടോബയോഗ്രഫീസ് ചോദിക്കാം. പിന്നെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിൻ്റെ ബുക്ക് ചോദിക്കാം. അതുപോലെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ന്യൂലി അവാർഡ് കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സ് എഴുതിയ പുതിയ ബുക്കുകൾ ഇതൊക്കെ ചോദിക്കാം. ഇതൊക്കെ കാറ്റഗറീസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സുധാമൂർത്തിയുടെ ബുക്കാണ് ടൈറ്റ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. സുധാമൂർത്തിയുടെ മറ്റു ബുക്കുകൾ ഏതൊക്കെയാണ്? 3000 Stitches. ഓക്കെ, സുധാമൂർത്തിയുടെ ബുക്കാണ് അല്ലേ, 3000 Stitches. അതുപോലെ വൈസ് ആൻഡ് അതർവൈസ്, 3000 Stitches. അതുപോലെ വൈസ് ആൻഡ് അതർവൈസ്. പിന്നെ ഗ്രാൻഡ് മാസ് ബാഗ് ഓഫ് സ്റ്റോറീസ്. ഓക്കെ, അതായത് കോപ്പി ഡയറീസ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സുധാമൂർത്തിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കുകളാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് കറണ്ട് റെപ്പോ റേറ്റ്. ഓക്കെ, ഏപ്രിൽ മാസത്തെ കേട്ടോ. ഏപ്രിൽ മാസം എത്തിയപ്പോഴേക്കും ഇപ്പോഴുള്ള കറണ്ട് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് 5.25% കേട്ടോ. ഓക്കെ, 5.25%. റെപ്പോ റേറ്റ് ഉണ്ട്, റിവേഴ്സ് റെപ്പോ റേറ്റ് ഉണ്ട് അല്ലേ. നമ്മൾ RBI എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കടം കൊടുക്കുന്നത് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. തിരിച്ചാണെങ്കിൽ എന്താണ്? അതാണ് റിവേഴ്സ് റെപ്പോ റേറ്റ് നമ്മൾ പറയാറ്. അപ്പോൾ കറണ്ട്ലി ഏപ്രിൽ മാസത്തിലെ ആ സമയത്തുള്ളതാണ് നമ്മുടെ 5.25% കേട്ടോ. കറണ്ട് റെപ്പോ റേറ്റ് 5.25%. നെക്സ്റ്റ് അടുത്താണ് നാസ ലോഞ്ച്ഡ് സ്പേസ് മിഷൻ ടു സ്റ്റഡി ഓഷ്യൻസ് ആൻഡ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, നാസ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മിഷനാണ് സ്പേസ് മിഷൻ എന്ന് പറയുന്നത് അല്ലേ. ഈ സ്പേസ് മിഷൻ്റെ അർത്ഥം എന്തായിരിക്കും? നോക്കിയേ, സ്പേസ് മിഷൻ ഇവിടെ തന്നെ ഉണ്ട്. സ്പേസ് ഫസ്റ്റ് വൺ എന്താ? ഫസ്റ്റ് നോക്കിയേ, പ്ലാങ്ക്ടോൺ, എയറോസോൾ, ക്ലൗഡ്, ഓഷ്യൻ എക്കോസിസ്റ്റം. അപ്പോൾ ഇത് 4 സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. PACE 4 സ്പേസ് എന്ന് പറയുന്നത്. സ്പേസ് മിഷൻ. ഓക്കെ, എന്താണ്? അറ്റ്മോസ്ഫിയറിനെ പറ്റി പഠിക്കുക. എന്താണ്? ഓഷ്യൻസ് എന്താണ്? ഓഷ്യൻസിൻ്റെ അറ്റ്മോസ്ഫിയറിനെ പറ്റി പഠിക്കാൻ വേണ്ടി എന്താണ് സ്റ്റാർട്ട് ചെയ്താണ് പ്ലാങ്ക്ടോൺ, എയറോസോൾ, ക്ലൗഡ്, ഓഷ്യൻ എക്കോസിസ്റ്റം എന്ന് പറയുന്ന സ്പേസ് മിഷൻ. ഇനി ആരാ ലോഞ്ച് ചെയ്യുന്ന ചോദിക്കാം. ഇനി എന്തുമായിട്ട് ഈ സ്പേസ് മിഷൻ എന്ത് കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും ചോദിക്കാം. എന്താണ്? ഓഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് PM വിശ്വകർമ്മ സ്കീം. ഓക്കെ, സ്കീംസ് ആൻഡ് യോജനാസ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് സ്കീംസ് ആൻഡ് യോജനാസ്. ഓക്കെ, PM വിശ്വകർമ്മ സ്കീം എന്താണ്? ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് സ്കിൽ ടു ട്രഡീഷണൽ ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ്സ്മാൻ. ഓക്കെ, അത് മെയിനായിട്ട് എന്താണ്? ഫിനാൻഷ്യൽ സപ്പോർട്ടും അതുപോലെ സ്കില്ലൊക്കെ എന്താണ് കൊടുക്കാൻ വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് PM വിശ്വകർമ്മ സ്കീം എന്ന് പറയുന്നത് കേട്ടോ. ഏകദേശം സെപ്റ്റംബർ 2023 ലോഞ്ച് ചെയ്ത കേട്ടോ. 2023 ലോഞ്ച് ചെയ്തൊരു സ്കീമാണ് ഈ സ്കീം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 5000 ആർട്ടിസൻസ് ഒക്കെ എന്താണ് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്താണ് കൊടുക്കുന്ന ഒരു സ്കീമാണിത് ഈ വിശ്വകർമ്മ സ്കീം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഹാസ് ബീൻ ലോഞ്ച്ഡ് ഇൻ അമരാവതി. ഇന്ത്യയിലെ ആദ്യത്തെ നോക്കി ദ വെരി ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്? അമരാവതിയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കാം, ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. ഇന്ത്യസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്? അമരാവതിയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഗ്രീൻ നോബൽ പ്രൈസ്. ഓക്കെ, ഗ്രീൻ നോബൽ പ്രൈസ് ഓൾസോ നോൺ ആസ് ഗോൾഡ്മാൻ എൻവിറോൺമെന്റൽ പ്രൈസ് എന്നുള്ള അറിയപ്പെടും. എന്താണ് ഗോൾഡ്മാൻ എൻവിറോൺമെന്റൽ പ്രൈസ് എന്ന് അറിയപ്പെടും. ഇനി 6 പേർക്കാണ് ഇത്തവണത്തെ ഗ്രീൻ നോബൽ പ്രൈസ് അല്ലെങ്കിൽ ഗോൾഡ്മാൻ എൻവിറോൺമെന്റൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ആർക്കൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പേര് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് വായിക്കാനൊക്കെ. ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ. നമുക്ക് സ്പെല്ലിംഗ് പറയുന്ന കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഈ പേരുകളൊന്നും എന്താണ് ഏകദേശം ഒരു ഐഡിയ വെച്ച് നമ്മൾ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡിസ്ക്രിപ്റ്റീവ് അല്ലേ, നമുക്ക് 4 ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വന്നാൽ മതി. അപ്പോൾ ഓപ്ഷൻ കാണുന്നത് എന്താണ് നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. 6 പേർക്ക് കിട്ടിയില്ല, നമുക്ക് ആർക്ക് കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, ഐറോറോ ടാൻഷി നൈജീരിയ ആളാണ്, മീൻസ് റെപ്രസെന്റ് ചെയ്യുന്ന കൺട്രി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ബോറിം കിം സൗത്ത് കൊറിയ, സാറ ഫിഞ്ച് യുണൈറ്റഡ് കിങ്ഡം, തിയോനില റോക്ക മാറ്റ്ബോബ് പാപ്പുവ ന്യൂ ഗിനിയ, അലാന അക്വക് ഹെർലി US, യുവലിസ് മൊറാലസ് ബ്ലാങ്കോ കൊളംബിയ. ഓക്കെ, അങ്ങനെ 6 പേർക്കാണ് മെയിൻ ആയിട്ട് ഈ ഗ്രീൻ നോബൽ പ്രൈസ് അല്ലെങ്കിൽ ഗോൾഡ്മാൻ എൻവിറോൺമെന്റൽ പ്രൈസ് എന്ന് പറയുന്ന ഈ അവാർഡ് ലഭിച്ചിട്ടുള്ള കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആട്ടോ, കാരണം ഇതെന്ത് ഒരു ഇന്റർനാഷണൽ അവാർഡ് ആയതുകൊണ്ട് തന്നെ ചോദിക്കാൻ എന്തായിരിക്കും ഹൈ ചാൻസ് കൂടിയ ഒരു ചോദ്യം കൂടിയാണിത് ഈ ഗോൾഡ്മാൻ എൻവിറോൺമെന്റൽ പ്രൈസ് അല്ലെങ്കിൽ ഗ്രീൻ നോബൽ പ്രൈസ് എന്നും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഗോൾഡ്മാൻ എൻവിറോൺമെന്റൽ പ്രൈസിന്റെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിക്കും. എന്താണ് അത് ഗ്രീൻ നോബൽ പ്രൈസ് ആണത് മറ്റൊരു പേരെന്ന് പറയുന്നത്. അതും എന്താണ് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് ദീൻ ദയാൽ പോർട്ട് എമേർജ്ഡ് ആസ് ദ ടോപ്പ് കാർഗോ ഹാൻഡ്ലിംഗ് പോർട്ട് ഇൻ ഇന്ത്യ. ഓക്കെ, ഏറ്റവും കൂടുതൽ ടോപ്പായിട്ട് നോക്കി കാർഗോ ഹാൻഡിൽ ചെയ്യുന്ന പോർട്ട് ഏതാണെന്ന് വെച്ചാൽ അറിയും, അത് നമ്മുടെ ദീൻദയാൽ പോർട്ട് ആയിരിക്കും കേട്ടോ. ദീൻദയാൽ പോർട്ട് ഇനി ചോദിക്കാൻ ഇപ്പോൾ സെക്കൻഡ്. ഓക്കെ, നേരത്തെ സെക്കൻഡ് ഏതാണ്? ആദ്യമേ പാരദീപ് പോർട്ടായിരുന്നു, പക്ഷേ ഇപ്പം എന്താണ് പാരദീപ് സെക്കൻഡ് ആയിട്ടുണ്ട്. ഇതാണ് പാരദീപ് പോർട്ടാണ് ഇപ്പം നിലവിൽ സെക്കൻഡ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ദീൻദയാൽ പോർട്ട് എന്നാണ് എംബറസ് ദ ടോപ്പ് കാർഗോ ഹാൻഡ്ലിംഗ്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് കാർഗോ ഹാൻഡ്ലിംഗ് പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ദീൻദയാൽ പോർട്ട് ആട്ടോ. ഓക്കെ,
നെക്സ്റ്റ് അടുത്താണ് മേഘാലയ സ്റ്റേറ്റ് ലോഞ്ച് ദ CM ഇൻസ്പയർ സ്കീം ഫോർ UPSC ആസ്പിരൻസ്. ഓക്കെ, അപ്പോൾ ചോദിക്കാം CM ഇൻസ്പയർ സ്കീം ഏത് സ്റ്റേറ്റ് ആണ് ലോഞ്ച് ചെയ്തത്? ഏത് സ്റ്റേറ്റ് ആണ്? മേഘാലയ സ്റ്റേറ്റ് ആണ് CM ഇൻസ്പയർ സ്കീം ലോഞ്ച് ചെയ്തത്. ഇനി എന്താണ് ഈ സ്കീം ഉദ്ദേശിക്കുന്നത്? അതായത് UPSC ആസ്പിരൻസ് എന്താണ്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു പരിപാടിയാണ് CM ഇൻസ്പയർ എന്ന് പറയുന്നത്. അതായത് ടു സപ്പോർട്ട് UPSC സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ പ്രിലിംസ്, ഓക്കെ, ഇൻ കേസ് എന്നാൽ അവർ പ്രിലിംസ് പാസ്സാവുകയാണെങ്കിൽ 50,000 rupees ഫോർ പ്രിലിംസ്, അതുപോലെ മെയിൻസ് ആണെങ്കിൽ 1 lakh. ഓക്കെ, മീൻസ് 1 lakh എന്താണ് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണിത് CM ഇൻസ്പയർ സ്കീം എന്ന് പറയുന്നത് കേട്ടോ. ഏത് സ്റ്റേറ്റ് ലോഞ്ച് ചെയ്ത്? ലോഞ്ച് സ്റ്റേറ്റ് ആണ് മേഘാലയ. ഇനി എയിം എന്താണ്? ടു സപ്പോർട്ട് UPSC സ്റ്റുഡൻസ്. ഓക്കെ, UPSC സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രോഗ്രാം ആട്ടോ ഇത്. നെക്സ്റ്റ്, UAE ലോഞ്ച് ദ വേൾഡ്സ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ അപ്പർ 6 GHz നെറ്റ്വർക്ക്. ഓക്കെ, നോക്കി അഗെയിൻ നോക്കി, വേൾഡ്സ് ഫസ്റ്റ്, നമ്മളല്ലോ ഫസ്റ്റ് സംഭവം കണ്ടാൽ അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ലോഞ്ച് ചെയ്ത്? UAE ലോഞ്ച് ദ വേൾഡ് ഫസ്റ്റ് 6G, ഓക്കെ, 6 GHz നെറ്റ്വർക്ക്, അൾട്രാ ഫാസ്റ്റ് ഇന്റർനെറ്റ്, 5G അഡ്വാൻസ് ടെക്നോളജി, ഫ്യൂച്ചർ 6G ടെക്നോളജി ഒക്കെ എന്താണ് ഓക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഇപ്പോൾ UAE ആയിരിക്കും. UAE കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് ടെക്നോളജി ആണിത് ഈ കാണുന്ന എന്താണ് 6 GHz നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മെയിനായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ഇന്ത്യ റാങ്ക് 3rd ഇൻ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി. ഓക്കെ, റിന്യൂവബിൾ എനർജി കപ്പാസിറ്റിയിൽ ഇന്ത്യയുടെ റാങ്ക് നിലവിലത്തെ റാങ്ക് എന്താണ്? 3rd ആട്ടോ നിലവിലത്തെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ഏറ്റവും ടോപ്പ് ആരാണ്? ഫസ്റ്റ് റാങ്ക് ആർക്കാണ്? ഫസ്റ്റ് ചൈനയാണ്, സെക്കൻഡ് USA കേട്ടോ. ഫസ്റ്റ് ചൈന, സെക്കൻഡ് USA ആണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ചൈന, സെക്കൻഡ് USA. ഓക്കെ, ചോദിക്കാം കേട്ടോ. അപ്പോൾ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റിയിൽ ഇന്ത്യ റാങ്ക് എത്ര വെച്ചാൽ ഇന്ത്യ റാങ്ക് 3rd ആണത് ഇന്ത്യയുടെ റാങ്ക് മെയിനായിട്ട് വരുന്നത്. നെക്സ്റ്റ് ആണ് പാരാ ഇലാൻ. ഓക്കെ, ഇന്ത്യ ആൻഡ് ഫ്രാൻസ് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത് പാരാ ഇലാൻ എന്ന് പറയുന്നത്. അതായത് ഈ പാരാ സ്പോർട്സ് അതുപോലെ അവരുടെ എഡ്യൂക്കേഷനൊക്കെ എന്താണ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പെർഫോമൻസ് ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൊരു എയിമോട് കൂടി കൊണ്ടുവന്നൊരു പ്ലാനാണ് പാരാ ഇലാൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ കൺട്രീസ് തമ്മിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. ഓക്കെ, ഇന്ത്യ ആൻഡ് ഫ്രാൻസ് തമ്മിലാണ്. ഇനി എന്താണ് ഇതിൻ്റെ എയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രൊമോട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് പാരാ സ്പോർട്സ് എന്നാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്താണ് ഹയസ്റ്റ് നമ്പർ ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്പ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ, ഓക്കെ, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, വെറുതെ സ്റ്റാർട്ടപ്പല്ല, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും കൂടുതൽ തുടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലാണ് ഇത് ഉള്ളത് കേട്ടോ. ഓക്കെ, ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് അല്ലേ, ഹയസ്റ്റ് നമ്പർ ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലാണ് ഉള്ളത്. നെക്സ്റ്റ്, സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി ലോഞ്ച് പാർവ. എന്താണ് പാർവ? ഫുൾ ഫോം ചോദിക്കുക അല്ലേ. ഓക്കെ, പാസ്റ്റ് റിസ്ക് ആൻഡ് റിട്ടേൺ വെരിഫിക്കേഷൻ ഏജൻസി ആണിത് പാർവ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? പാസ്റ്റ് റിസ്ക് ആൻഡ് റിട്ടേൺ വെരിഫിക്കേഷൻ ഏജൻസി ആണിത് പാർവ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ലോഞ്ച് ചെയ്താലാണ്? ലോഞ്ച് ചെയ്തിരിക്കുന്നത് സെബി ആണിത് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് അടുത്താണ് ഫിൻലാൻഡ് ലോഞ്ച് യൂറോപ്സ് ഫസ്റ്റ് ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ലിഥിയം പ്രോജക്ട്. അഗെയിൻ ഓക്കെ, ലോഞ്ച് യൂറോപ്പിലെ ഫസ്റ്റ് ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ലിഥിയം പ്രൊജക്ട് ആര് ലോഞ്ച് ചെയ്ത്? ഫിൻലാൻഡ് ആണിത് ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഫിൻലാൻഡ് ലോഞ്ച് യൂറോപ്സ് ഫസ്റ്റ് ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ലിഥിയം പ്രൊജക്ട്. നെക്സ്റ്റ്, ഷോങ്ടോങ് കർച്ചം. ഓക്കെ, ഷോങ്ടോങ് കർച്ചം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഈസ് ലൊക്കേറ്റഡ് ഓൺ സത്ലജ് റിവർ. ചോദിക്കാം, ഈ ഷോങ്ടോങ് കർച്ചം എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ന്യൂലി ബിൽഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഇത് ഏത് സ്റ്റേറ്റിലാണ് ചോദിക്കുക? എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാട്ടോ. സത്ലജ് റിവർ എന്ന് പറയുമ്പോഴേക്കും അത് ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഹിമാചൽ പ്രദേശിലാണിത് ഈ ഷോങ്ടോങ് കർച്ചം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ഉള്ളത്. ഏത് റിവറാണെന്ന് ചോദിച്ചാൽ എന്താ പറയും? ഏത് റിവറാണെന്ന് വെച്ചാൽ സത്ലജ് റിവറിന്റെ തീരത്താണിത് ഇതുള്ളതെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, പായൽ നാഗ് ബിക്കം ദ ഫസ്റ്റ് ക്വാഡ്രപ്പിൾ ആംപ്യൂട്ടി ടു വിൻ ഇന്റർനാഷണൽ ഗോൾഡ് ഇൻ പാരാ ആർച്ചറി. നോക്കി, ആംപ്യൂട്ടി എന്താണ്? നമ്മൾ ഈ കരടില്ലാത്തവർക്ക് പറയുന്നതാണ്, നമ്മൾ കൈകാലില്ലാത്ത ആൾക്കാർ നമ്മൾ മെയിൻലി പറയുന്നതാണ് ആംപ്യൂട്ടി എന്ന് പറയുന്നത് അല്ലേ. നോക്കി, ദ ഫസ്റ്റ് ആംപ്യൂട്ടി ടു വിൻ ഇന്റർനാഷണൽ ഗോൾഡ് ഇൻ പാരാ ആർച്ചറി. അതായത് പാരാ ആർച്ചറി കോമ്പറ്റീഷനിൽ ഫസ്റ്റ് ക്വാഡ്രപ്പിൾ ആംപ്യൂട്ടി ടു വിൻ ഇന്റർനാഷണൽ ഗോൾഡ് ആണെന്ന് പായൽ നാഗ് എന്ന് പറയുന്നത്. ശീതൽ ദേവിനെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രപ്പിൾ ആംപ്യൂട്ടി എന്ന് പറയുന്ന റെക്കോർഡ് സ്വന്തമാക്കി തോന്നുന്നു കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് ഭുവനേശ്വർ കുമാർ ബിക്കം ദ ഫസ്റ്റ് ഫാസ്റ്റ് ബൗളർ ടു ടേക്ക് 200 IPL വിക്കറ്റ്സ് ആട്ടോ. 200 IPL വിക്കറ്റ്സ്. ഓക്കെ, ഭുവനേശ്വർ കുമാർ ബിക്കം ദ ഫസ്റ്റ് ഫാസ്റ്റ് ബൗളർ കേട്ടോ. ഫസ്റ്റ് ഫാസ്റ്റ് ബൗളർ ടു ടേക്ക്
200 IPL wickets. Important ആണ്, ചോദിക്കൂ കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് മിലിറ്ററി എക്സസൈസ് കേട്ടോ, മെയിൻലി മിലിറ്ററി എക്സസൈസ്. ഫസ്റ്റ് നോക്കാം സൈക്ലോൺ 4. ഓക്കെ, സൈക്ലോൺ 4 ആരൊക്കെ തമ്മിലാണ് അറ്റാക്ക് ചെയ്യുന്നത്? ഇന്ത്യ ആൻഡ് ഈജിപ്ത് അല്ലേ. സൈക്ലോൺ 4 ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് ഈജിപ്ത് തമ്മിൽ കണ്ടക്ട് ചെയ്യുന്നതാണ് സൈക്ലോൺ 4 എന്ന് പറയുന്നത്. എവിടെ വെച്ച് കണ്ടക്ട് ചെയ്ത്? ഈ മിലിറ്ററി എക്സസൈസ് സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നതാണ്. നമുക്ക് എല്ലാ വർഷവും എന്താണ് എക്സാം പേപ്പറിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടൈമാണിത് ഈ മിലിറ്ററി എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്ലോൺ 4 നമുക്കറിയാം, സൈക്ലോൺ എന്ന് പറയുന്നതായിരിക്കും ഇന്ത്യ ആൻഡ് ഈജിപ്ത് തമ്മിൽ ഉള്ളതായിരിക്കും. ഈജിപ്തിലാണ് ഈ വർഷത്തെ കണ്ടക്ട് ചെയ്തത്. അടുത്താണ് പ്രഗതി. നെക്സ്റ്റ് ആണ് പ്രഗതി. ഓക്കെ, പ്രഗതി എവിടെയാണ് കണ്ടക്ട് ചെയ്ത്? മേഘാലയാണ്. ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? ഹോസ്റ്റ് ബൈ ഇന്ത്യൻ ആർമി കേട്ടോ. ഇന്ത്യൻ ആർമിയാണ് ഈ പ്രഗതി ഹോസ്റ്റ് ചെയ്യുന്നത്. മേഘാലയയിലാണ് ഇത് ഹോസ്റ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഏത് സ്റ്റേറ്റ് ആണെന്ന് എടുത്ത് ചോദിക്കാം. ഏതാണ്? മേഘാലയ സ്റ്റേറ്റിലാണ് ഇത് നടക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് 9th ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ്. 9ാമത്തെ ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് എവിടെ നടന്നത്? ഹെൽഡ് ഇൻ പോർട്ട് ലൂയിസ്. ഓക്കെ, പോർട്ട് ലൂയിസ് മോറിഷ്യസിലെ പോർട്ട് ലൂയിസിലാണ് ഇത് നടന്നത് കേട്ടോ. ഇനി ഇത്തവണത്തെ തീം എന്താണ്? തീം കളക്റ്റീവ് സ്റ്റുവാർഡ്ഷിപ്പ് ഫോർ ഇന്ത്യൻ ഓഷ്യൻ ഗവർണൻസ് ആണത് ഈ 9th ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിന്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കാം ഈ തീം എന്താണെന്ന് ചോദിക്കാം. എവിടെയാണ് കണ്ടക്ട് ചെയ്ത്? മൗറീഷ്യസ്. എവിടെയാണ്? മൗറീഷ്യസിലെ ലൂയിസ് സ്ഥലത്താണ് ഇത് ഈ പോർട്ടിലാണ് ഇത് കണ്ടക്ട് ചെയ്ത്. അതുപോലെ തീം എന്താണെന്നും പ്രത്യേകം എടുത്ത് വയ്ക്കാം. 9th ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് ആണ് ഇവിടെ കണ്ടക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് നെക്സ്റ്റ് അഗെയിൻ ഒരു അപ്പോയിൻമെന്റ് ആണ്. ധീരജ് സേത്ത് ബിക്കം ദ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഇൻ 2020. നമ്മൾ നേരത്തെ CDs പഠിച്ചല്ലേ, നേരത്തെ നമ്മൾ CDs പഠിച്ചായിരുന്നു. ഇപ്പോൾ അഗെയിൻ വീണ്ടും അപ്പോയിൻമെന്റ് ആണ്. ധീരജ് സേത്ത് ബിക്കം ദ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഇൻ 2026. അപ്പോൾ ചീഫ് ആരാണ്? ചീഫ് ഉപേന്ദ്ര ദ്വിവേദി അല്ലേ. ചീഫ് ഉപേന്ദ്ര ദ്വിവേദിയാണിത് ചീഫ് എന്ന് പറയുന്നത് കേട്ടോ. ചീഫ് ഉപേന്ദ്ര ദ്വിവേദിയാണ് ചീഫ്. ധീരജ് സേത്ത് ബിക്കം ദ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഇൻ 2026. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്പോയിൻമെന്റ് വഴിയാണ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് അടുത്താണ് 95th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. 95ാമത്തെ. നമുക്ക് മേ ബി എല്ലാ മാസങ്ങളും ഓരോ ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ വെച്ച് ഇപ്പോൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഏപ്രിലിൽ വന്ന ഒരു ഗ്രാൻഡ് മാസ്റ്റർ അല്ലെങ്കിൽ ആയ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണിത് ആരോണിക ഘോഷ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആരോണിക ഘോഷ് ആണിത് ഇന്ത്യയിലെ 95ാമത്തെ 95th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. 95th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. നെക്സ്റ്റ് SCO ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഹെൽഡ് ഇൻ ബിഷ്കെക് കിർഗിസ്ഥാൻ. ഓക്കെ, പുതിയ മീറ്റിംഗ്. ഓക്കെ, എസ്സിയുടെ പുതിയ ഡിഫൻസ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് എവിടെ വെച്ചാൽ കണ്ടക്ട് ചെയ്യുന്ന അത് കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിലാണ് ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമ്മുടെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോയി നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയ രാജ്നാഥ് സിംഗ് ആണ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആയിരുന്നു നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഈ SCO ഡിഫൻസ് മീറ്റിംഗിൽ പങ്കെടുത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മേ ബി ഒരു ഷേപ്പിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചു കാണാം. നെക്സ്റ്റ് ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2026. ഓക്കെ, മിസ് ഇന്ത്യ വേൾഡ് ആർക്കാ ലഭിച്ചത്? അത് സാത്വി സതീഷ് ശൈലാണെന്ന് 2026 ഫെമിന മിസ് ഇന്ത്യ വേൾഡ് അവാർഡ് അല്ലെങ്കിൽ ആ ഒരു പുരസ്കാരം ലഭിച്ചു കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് R വൈശാലി. ഇതൊക്കെ നമുക്കറിയാം അല്ലേ. R വൈശാലി നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ചെസ് R വൈശാലി ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ. ഓക്കെ, again നോക്കി R വൈശാലി ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ദ 5 വുമൻസ് കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ്. ഓക്കെ, 5 വുമൻസിന്റെ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വോൺ ചെയ്ത ആദ്യത്തെ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആണിത് R വൈശാലി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, R വൈശാലി ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ദ 5 വുമൻസ് കാൻഡിഡേറ്റ് ടൂർണമെന്റ്. നെക്സ്റ്റ് വൺ One Health Summit 2026 was held in Lyon, France. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്മിറ്റ് അല്ലേ. സബ്മിറ്റ് കോൺഫറൻസ് മീറ്റിംഗ്സ് ഇതൊക്കെ ചോദിക്കാറുണ്ട്. വൺ ഹെൽത്ത് സമ്മിറ്റ് 2026 ഓക്കെ എവിടെ നടന്നത്? വാസ് ഹെൽഡ് ഇൻ ലയോൺ, ഫ്രാൻസ്. ഓക്കെ, ഫ്രാൻസിലെ ലയോണിലാണ് ഈ ഒരു സബ്മിറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. വൺ ഹെൽത്ത് സമ്മിറ്റ് 2026 എന്ന് പറയുന്നത്. അടുത്ത IMF ഗ്ലോബൽ എക്കണോമിക് റാങ്ക്. ഓക്കെ, IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്താണ് പറയുന്ന ഗ്ലോബൽ എക്കണോമിക് റാങ്ക് അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് എത്താനാണ്? ഇന്ത്യയുടെ റാങ്ക് 6ാമതാട്ടോ. 6th റാങ്ക് ആണത് ഇന്ത്യക്കുള്ള കേട്ടോ. ഫസ്റ്റ് റാങ്ക് ആർക്കാണ്? ഫസ്റ്റ് റാങ്ക് USA. എവിടെ ഉണ്ട് ഫസ്റ്റ് റാങ്ക്? USA. സെക്കൻഡ് റാങ്ക്
ചൈന കേട്ടോ. തേർഡ് റാങ്ക് ജർമ്മനി. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നോട്ട് ചെയ്ത് നോക്കുക. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 6th ആട്ടോ. 6ാമതാണത് IMF പറയുന്ന ഗ്ലോബൽ എക്കണോമിക് റാങ്കിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 6th റാങ്ക് ആണത് ഇന്ത്യക്ക് ഉള്ളത്. നെക്സ്റ്റ് അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് ബസ്മതി ഓർഗാനിക് ഡെമോ ഫാം ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ പിലിഭിറ്റ്, ഉത്തർപ്രദേശ്. ഓക്കെ, നോക്കിയേ, ഫസ്റ്റ് ബസ്മതി ഓർഗാനിക് ഡെമോ ഫാം എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ഉത്തർപ്രദേശിലെ പിലിഭിറ്റിലാണത് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തിട്ടുള്ളത്. ഇനി ആരാണ് എസ്റ്റാബ്ലിഷ് വെച്ചാൽ അപ്പേഡയാണത്. എസ്റ്റാബ്ലിഷ്ഡ് ബൈ അപ്പേഡ. ഓക്കെ, ഇനി ആരാണ് ഈ അപ്പേഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് export development authority. Okay, agriculture and processed export development authority ആണത് ഈ അപ്പേഡ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ ഫസ്റ്റ് ബസ്മതി ഓർഗാനിക് ഡെമോ ഫാം എസ്റ്റാബ്ലിഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എഴുതി വെക്കുക, അപ്പേഡയാണ്. അതുപോലെ ഇതാണ് സംഭവം എഴുതി വെക്കുക. അടുത്ത നെക്സ്റ്റ് വൺ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രൂവ്ഡ് ദ ഫസ്റ്റ് എവർ ഇൻഫന്റ് സ്പെസിഫിക് മലേറിയ ഡ്രഗ് ഇൻ 2026. Okay, WHO approved the first ever infant specific malaria drug in 2020. അതായത് കുട്ടികൾക്ക് കൊടുക്കുന്ന മലേറിയ ഡ്രഗ് ആദ്യമായിട്ട് എന്താണ് അപ്രൂവ് ചെയ്തത്? WHO അപ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് നാസ സ്പേസ് ഏജൻസി കംപ്ലീറ്റഡ് ദ അസംബ്ലി ഓഫ് ദ നാൻസി ഗ്രേസ് റോമൻ സ്പേസ് ടെലസ്കോപ്പ്. അതായത് ഈ നാൻസി ഗ്രേസ് റോമൻ സ്പേസ് ടെലസ്കോപ്പ് എന്ന് വെച്ചാൽ ഒരു ഇൻഫ്രാറെഡ് സ്പേസ് ടെലസ്കോപ്പ് ആട്ടോ. ഒരു ഇൻഫ്രാറെഡ് സ്പേസ് ടെലസ്കോപ്പ് ആണിത് ഈ നാൻസി ഗ്രേസ് റോമൻ സ്പേസ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കാം, ഈ ടെലസ്കോപ്പ് ആരാണിത് അസംബിൾ ചെയ്ത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ നാസയാണിത് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ്, ബയോനെസ്റ്റ്. ഓക്കെ, ബരാക് ബയോനെസ്റ്റ് ഇൻക്യുബേഷൻ സെന്റർ വാസ് ലോഞ്ച് അറ്റ് മൈസൂരു. എവിടെയാണ്? മൈസൂരിലാണിത് പുതിയ ബരാക് ബയോനെസ്റ്റ് ഇൻക്യുബേഷൻ സെന്റർ ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, മെയിനായിട്ട് എന്താ വെച്ചാൽ ബയോടെക്നോളജി. ഓക്കെ, ബയോടെക്നോളജി ബന്ധപ്പെട്ട് എന്താണ് ബയോടെക്നോളജി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്താട്ടോ ഇത്. ടു സപ്പോർട്ട് ബയോടെക്നോളജി. ഓക്കെ, ടു സപ്പോർട്ട് ബയോടെക്നോളജി. അതുപോലെ ഇത് ആരാണ് ഇനാഗുറേറ്റ് എന്ന് ചോദിക്കാം. ഇനാഗുറേറ്റഡ് ബൈ ജിതേന്ദ്ര സിംഗ് ആട്ടോ. ഇനാഗുറേറ്റഡ് ബൈ ജിതേന്ദ്ര സിംഗ്. ഇവരാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, പഞ്ചാബ് FC ഹാസ് വോൺ ദ AIFF Elite Youth League 2025-2026. ഓക്കെ, പഞ്ചാബ് FC ആണിത് ഏത് ലീഗ്? AIFF Elite Youth League 2025-26 ടൈറ്റിൽ വോൺ ചെയ്തിട്ടുള്ള പഞ്ചാബ് FC ആട്ടോ. ഓക്കെ, പഞ്ചാബ് FC ആണിത് ഇത് വോൺ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, ഋതിക ശ്രീ ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ. ഓക്കെ, ഫ്രം തമിഴ്നാട്ടിലെ ഫസ്റ്റ്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫസ്റ്റ്. ഇന്ത്യാസ് ഫസ്റ്റ് ആട്ടോ. ഇന്ത്യാസ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ ആരാണെന്ന് വെച്ചാൽ ആൻസർ എന്താണ്? അത് ഋതിക ശ്രീ ആണത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത നെക്സ്റ്റ് ആയിട്ട് അവാർഡാണ് യങ് ഗ്ലോബൽ ലീഡർ അവാർഡ്. ഓക്കെ, യങ് ഗ്ലോബൽ ലീഡർ 2026 അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ആർത്തൂർ ലോയ്ക്ക് കേട്ടോ. ആർത്തൂർ ലോയ്ക്കാണിത് 2026 യങ് ഗ്ലോബൽ ലീഡർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഈ രണ്ട് അവാർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചാണ് കേട്ടോ. അവാർഡ്സ് ഒരെണ്ണം ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയറിലാണ്. രണ്ടാമത് യങ് ഗ്ലോബൽ ലീഡർ 2026 എന്നുള്ളത് അത് ആർത്തൂർ ലോയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ്, INS അരിഡമാൻ. ഓക്കെ, ഇന്ത്യസ് തേർഡ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ ആണിത് INS അരിഡമാൻ എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്കറിയാം അല്ലേ, ഫസ്റ്റ് ഏതായിരുന്നു? INS അരിഹന്ത് അല്ലേ. ഫസ്റ്റ് INS അരിഹന്ത് ആയിരുന്നു ഫസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ചോദിക്കാൻ ചിലപ്പം ഇന്ത്യയിലെ തേർഡ് ന്യൂക്ലിയർ
പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ ഏതാണെന്ന് വെച്ചാൽ അത് INS അരിഹന്താണ്. ഫസ്റ്റ് INS അരിഹന്ത് ആയിരുന്നു കേട്ടോ. അതാണ് ക്യൂഡങ്ക. ഓക്കെ, എന്താണ് ക്യൂഡങ്ക? നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ്, കണ്ടോ, നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് അപ്രൂവ്ഡ് ഡെങ്കു വാക്സിൻ. ഓക്കെ, അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫസ്റ്റ് അപ്രൂവ്ഡ് ഡെങ്കു വാക്സിൻ ആണിത് ക്യൂഡങ്ക എന്ന് പറയുന്നത് കേട്ടോ. ഇനി ആരെ ഡെവലപ്പ് ബൈ ടക്കേഡ ഫാർമസ്യൂട്ടിക്കൽ ആണിത് ഇത് മെയിനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ആരാണ് ഡെവലപ്പ് ചെയ്തത്? ടക്കേഡ ഫാർമസ്യൂട്ടിക്കൽ ആണിത് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്താണ് ഇന്ത്യാസ് ഫസ്റ്റ്, അഗെയിൻ നോക്കിയേ, ഇന്ത്യാസ് ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഈസ് ലൊക്കേറ്റഡ് ഇൻ തമിഴ്നാടു. ഓക്കെ, തമിഴ്നാട്ടിലെ കൽപ്പാക്കം. ഓക്കെ, എവിടെയാണിത്? ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ്? തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താട്ടോ. അടുത്താണ് ആരോഗ്യവാൻ ഇനിഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ NHAI. അതായത് നമ്മുടെ ഈ ആരോഗ്യവാൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലോ NHAIയുടെ സൈഡിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലോ അവിടെയൊക്കെ ട്രീസ് വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു പുതിയ ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്ലാനാണിത് ആരോഗ്യവാൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച് കാണാറുണ്ട് കേട്ടോ, സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന ഒരു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ എന്താണ് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ടോപ്പിക്കിലൊക്കെ എന്താണ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും, കാരണം സ്ഥിരമായിട്ട് എടുത്ത് ചോദിക്കുന്ന ചോദ്യം കൂടെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ISSF ജൂനിയർ വേൾഡ് കപ്പ് 2026. ഓക്കെ, ISSF വേൾഡ് ജൂനിയർ കപ്പ് 2026. ഓക്കെ, ഇന്ത്യക്ക് നോക്കി, ഇന്ത്യക്ക് കിട്ടിയ മെഡൽസ് ആണ് മെയിൻലി ചോദിക്കാറുള്ളത്. ഇന്ത്യക്ക് എത്ര എണ്ണം കിട്ടി? ഇന്ത്യക്ക് 5 ഗോൾഡും 6 സിൽവറും 5 ബ്രോൺസും കേട്ടോ. ഓക്കെ, എത്രയാണ്? 5 ഗോൾഡും 6 സിൽവറും 5 ബ്രോൺസും ആണെന്ന് ഇന്ത്യക്ക് ലഭിച്ചു കേട്ടോ. അതുപോലെ എവിടെ വെച്ചാണ് നടന്നത് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, നടന്നത് ഹെൽഡ് അറ്റ് ഈജിപ്ത് കേട്ടോ. ഈജിപ്തിലെ കൈറോയിലാണ് കേട്ടോ. ഹെൽഡ് അറ്റ് ഈജിപ്ത് കൈറോ. ഓക്കെ, ഈജിപ്തിലെ കൈറോയിലാണത് ഇത് നടന്ന്. നെക്സ്റ്റ് ആണ് വിരാട് കോഹ്ലി ബിക്കം ദ ഫസ്റ്റ് പ്ലെയർ ഇൻ IPL ഹിസ്റ്ററി ടു ഹിറ്റ് 800 ബൗണ്ടറീസ്. ഓക്കെ, 800 ബൗണ്ടറീസ് ഹിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പ്ലെയർ ഇൻ IPL ഹിസ്റ്ററി ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലി കേട്ടോ. വിരാട് കോഹ്ലി ബിക്കം ദ ഫസ്റ്റ് പ്ലെയർ ഇൻ IPL ഹിസ്റ്ററി ടു ഹിറ്റ് 800 ബൗണ്ടറീസ്. 800 ബൗണ്ടറീസ് ഹിറ്റ് ചെയ്യുന്ന ആദ്യ പ്ലെയർ ആയിട്ട് വിരാട് കോഹ്ലി മാറിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് ഉപേന്ദ്ര ദ്വിവേദി. ഓക്കെ, ഉപേന്ദ്ര ദ്വിവേദി റിസീവ്ഡ് ദ US ആർമി വാർ കോളേജ് ഇന്റർനാഷണൽ ഹാൾ ഓഫ് ഫെയിം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ആർമി ചീഫ് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഉപേന്ദ്ര ദ്വിവേദി എന്താണ് റിസീവ്ഡ് ദ US ആർമി. ഓക്കെ, US ആർമിയുടെ വാർ കോളേജ് ഇന്റർനാഷണൽ ഹാൾ ഓഫ് ഫെയിം ആർക്കാ ലഭിച്ചത്? അത് ഉപേന്ദ്ര ദ്വിവേദിക്കാണിത് ലഭിച്ചത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവാർഡ് സെക്ഷനാണ്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതാണ് മിസ് സേക്ക് ഇന്ത്യ 2026. ഓക്കെ, നമ്മൾ നേരത്തെ മിസ് ഫെമിന ഇന്ത്യ പഠിച്ചായിരുന്നു, അതുപോലെ മിസ് സേക്ക് ഇന്ത്യ 2026 ആർക്കാ ലഭിച്ചത്? നിഷിത യോഗേഷ് അന്താർക്കർ കേട്ടോ. ആരാണ്? നിഷിത യോഗേഷ് അന്താർക്കറാണിത് മിസ് സേക്ക് ഇന്ത്യ 2026 ലഭിച്ചിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് വിശ്വസൂത്ര ഇനിഷ്യേറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു യോജന അല്ലേ, വിശ്വസൂത്ര ഇനിഷ്യേറ്റീവ് എന്താണ്? അതായത് ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്യുന്ന ചോദിക്കാം. ഏതാണ്? മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ലോഞ്ച് ചെയ്താണത് വിശ്വസൂത്ര ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി പ്രൊമോട്ടിംഗ് ഇന്ത്യൻ ഹാൻഡ്ലൂംസ് ഗ്ലോബൽ എന്താണ്? അതായത് ഇന്ത്യൻ ഹാൻഡ്ലൂംസിനെ നമുക്ക് പുറത്തേക്ക് എത്തിക്കുക അല്ലെങ്കിൽ എന്താണ് അതിനെ പ്രൊമോട്ട് ചെയ്ത് ഗ്ലോബൽ എന്താണ് അതിന് ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശത്തോടെ കൊണ്ടുവന്നാണ് വിശ്വസൂത്ര ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചോദിക്കാം ഏത് പേരൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ പഠിച്ചു നോക്കുക. വിശ്വസൂത്ര ഇനിഷ്യേറ്റീവ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ആണ് ലോഞ്ച് ചെയ്തതെന്നും എന്താണ് ഇതിൻ്റെ എയിം ഓഫ് ടു പ്രൊമോട്ട് ഇന്ത്യൻ ഹാൻഡ്ലൂം ഗ്ലോബലി. ഓക്കെ, ഇന്ത്യൻ ഹാൻഡ്ലൂംസ് ഗ്ലോബലി പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശത്തോടെ ആണ് ഈ ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് തെലങ്കാന സ്റ്റേറ്റ് വാസ് ഡിക്ലെയർഡ് നക്സൽ ഫ്രീ ആഫ്റ്റർ ദ സറണ്ടർ ഓഫ് 42 cadets ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഓക്കെ, ഒരു നക്സൽ ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് നക്സൽ ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് എന്ത് മാറിയിട്ടുണ്ട്? തെലങ്കാന റീസെൻ്റ്ലി മാറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, റീസെൻ്റ്ലി മാറിയിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് വൺ ആണ് ഗുജറാത്ത് പോലീസ് ബിക്കം ദ ഫസ്റ്റ്. ഓക്കെ, ഗുജറാത്ത് പോലീസ് ബിക്കം ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു ലോഞ്ച് നാരിഡ് AI, അതായത് നാർക്കോട്ടിക്സ് അനലൈസ് ആൻഡ് റാഗ് ബേസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ടൂൾ ആട്ടോ. ഒരു പുതിയൊരു AI ആപ്പ് പോലെ സംഭവമാണ്, അല്ലെങ്കിൽ AI ചാറ്റ് ബോർഡ് സംഭവമാണ്. അതായത് ഈ നാർക്കോട്ടിക്സ് പോലുള്ള കാര്യങ്ങൾ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ. ഓക്കെ, AI വെച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൂൾ ആണത് ഈ നാരിഡ് AI എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ഇന്ത്യ ലോഞ്ച് നാരിഡ് AI ആണ്. അത് എല്ലാ സ്റ്റേറ്റിലും എന്താണ് യൂസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് നമ്മുടെ ഈ എന്താ നാർക്കോട്ടിക്സ് ഡ്രഗ് പോലുള്ള സംഭവങ്ങളൊക്കെ എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ടൂളാണത് നാരിഡ് AI എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, വേൾഡ് പാരാ
അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്ത്? വിൽ ഹോസ്റ്റ് ഇൻ താഷ്കന്റ്. ഓക്കെ, ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്തിലാണിത് വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാംസിലൊക്കെ ഈ വേൾഡ് പാരാ അത്ലറ്റിക് കോമ്പറ്റീഷനെ പറ്റിയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് ചോദിച്ച് കാണാറുണ്ട് ഒരുപാട്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അടുത്താണ് റുമൻ റാദേവ് ബിക്കം ദ PM ഓഫ് ബൾഗേറിയ. പുതിയൊരു അപ്പോയിൻമെന്റ് ആട്ടോ. ഓക്കെ, പ്രൈം മിനിസ്റ്റർ അപ്പോയിൻമെന്റ് ആണ്. ബൾഗേറിയയുടെ പുതിയ PM ആയിട്ട് ആയിട്ടുണ്ട്. അത് റുമൻ റാദേവിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആക്കി അദ്ദേഹത്തെ മായിട്ടുണ്ട്, ഇവിടുത്തെ ബൾഗേറിയയുടെ പ്രൈം മിനിസ്റ്റർ ആക്കി. നെക്സ്റ്റ് അടുത്താണ് ഹാർവേഡ് സൗത്ത് ഏഷ്യൻ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ്. ഓക്കെ, അതായത് ഫിലിം ഫീൽഡിൽ കൊടുക്കുന്ന അവാർഡ് ആട്ടോ. അതായത് ബെസ്റ്റ് ഫിലിമിലേക്കുള്ള ഓരോ കോൺട്രിബ്യൂഷൻസ്, സിനിമാറ്റോഗ്രഫി തുടങ്ങിയ എല്ലാം തന്നെ കൺസിഡർ ചെയ്തതിനു ശേഷം കൊടുക്കുന്ന ഒരു അവാർഡാണ് ഹാർവേഡ് സൗത്ത് ഏഷ്യൻ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് എന്ന് പറയുന്നത്. അത് ലഭിച്ചത് സയാനി ഗുപ്തയ്ക്ക് ആട്ടോ. ഓക്കെ, സയാനി ഗുപ്ത ഒരു അവാർഡാണ്. അത്ര ഫേമസ് ഒന്നും അല്ല, പക്ഷേ എന്താണ് മേ ബി ഒരു ടഫ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ ചോദിക്കാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഹാർവേഡ് സൗത്ത് ഏഷ്യൻ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ആർക്കാന്ന് ചോദിക്കാം, സയാനി ഗുപ്തയ്ക്കാണ് ഇത് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ആണ് ശ്രീ ഗുരു ഭൈരവാഖ്യ മന്ദിര. ഓക്കെ, പുതിയതായിട്ടൊരു മന്ദിരം, ഒരു ടെമ്പിൾ ആണ്. എവിടെയാണ് ലൊക്കേഷൻ നോക്കാം. മാണ്ഡ്യ ഡിസ്ട്രിക്ട് ഓഫ് കർണാടകയിൽ പുതുതായിട്ട് എന്താണ് പണിത് തീർത്ത ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ഒരു മന്ദിരമാണിത്, ശ്രീ ഗുരു ഭൈരവാഖ്യ മന്ദിര എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചോദിക്കാം, റീസെൻ്റ് ആയിട്ട് പണി കഴിപ്പിച്ച ഒരു സംഭവം ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് എടുത്തു ചോദിക്കാം. എന്താണ് മാണ്ഡ്യ ഡിസ്ട്രിക്ട്, ഏത് സ്റ്റേറ്റിലാണ്? കർണാടക സ്റ്റേറ്റിലെ മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കർണാടക സ്റ്റേറ്റിലെ മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് കലായ് 2 ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്. ഓക്കെ, കലായ് 2 ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്. The Kalai 2 hydro power project is planned on Lohit River. Okay, Lohit റിവറിലാണിത് ഈ കലായ് 2 ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്. സോ അപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സരലജിറൂർ പഠിച്ചു അല്ലേ, സരലജിറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പഠിച്ചായിരുന്നു. അതുപോലെ എന്താണ് കലായ് 2 എന്ന് പറയുന്നത് എവിടെയാണ്? ലോഹിത് റിവറിൻ്റെ തീരത്താണ് വരുന്ന പുതിയൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ് ആണിത് കലായ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചോദിക്കുക, ഇതൊക്കെ എക്സാം ഓറിയൻറ്റായിട്ട് ഇപ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് ചോദിക്കാം, സ്ട്രാറ്റജിക്കയുടെ ഭാഗം ചോദിക്കാം, അല്ലാണ്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാം. ഏത് ടൈപ്പിലാണ് എന്താണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ച് കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതൊക്കെ ചോദിക്കാം, അങ്ങനെ ചോദ്യങ്ങൾ വരാം. ഇത് മെയിനായിട്ട് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. അരുണാചൽ പ്രദേശ്, ലോഹിത് റിവറാണ് അരുണാചൽ അല്ലേ, അരുണാചൽ പ്രദേശിലെ അഞ്ചാൾ ഡിസ്ട്രിക്ട് കേട്ടോ. അഞ്ചാൾ ഡിസ്ട്രിക്റ്റിലാണിത് ഇത് കാണപ്പെടുന്നത് കേട്ടോ. ഈ കലായ് 2 ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് കാണപ്പെടുന്നു. അടുത്ത് CBI ലോഞ്ച് ദ AI ചാറ്റ്ബോട്ട് അഭയ്. ഓക്കെ, അപ്പോൾ AI യുഗമായിട്ട് ഫുള്ള് കംപ്ലീറ്റ് AI അല്ലേ. CBI ലോഞ്ച് ദ AI ചാറ്റ്ബോട്ട് അഭയ്. എന്താണ്? ടു പ്രൊട്ടക്ട് സിറ്റിസൺസ് ഫ്രം ഓൺലൈൻ സ്കാംസ് ആൻഡ് സൈബർ ഫ്രോഡ്. കാരണം ഒരുപാട് സൈബർ എന്താണ് അല്ലെങ്കിൽ ഓൺലൈൻ സ്കാംസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി CBI തന്നെ ലോഞ്ച് ചെയ്ത ഒരു പുതിയ AI ചാറ്റ്ബോട്ടാണ് ഇത് അഭയ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് കറക്റ്റായിട്ട് ഈ സ്കാംസ് ഒക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ ആൾക്കാരെ അവയർനെസ് ആക്കുക തുടങ്ങിയ സംഭവങ്ങൾക്ക് വേണ്ടി തുടങ്ങിയതാണിത് ഈ അഭയ് എന്ന് പറയുന്നത്. അടുത്ത റിലോസ് എഗ്രിമെൻറ്റ്. ഓക്കെ, റിലോസ് എഗ്രിമെൻറ്റ് ഇന്ത്യ ആൻഡ് റഷ്യ തമ്മിലുള്ള ഒരു ന്യൂ എഗ്രിമെൻ്റ് ആണ് റിലോസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കുക, ഈ മിലിറ്ററി എക്സസൈസ് ഒക്കെ ചോദിക്കുന്ന പോലെ റിലോസ് എഗ്രിമെൻറ്റ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് കൊണ്ടിരുന്നതാണ് ചോദിക്കാം. ഇന്ത്യയും റഷ്യയും തമ്മിൽ കൊണ്ടുവന്നാണ് റിലോസ് എഗ്രിമെൻറ്റ്. എന്താണ് സംഭവം? റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് എഗ്രിമെൻറ്റ്. ലോജിസ്റ്റിക്സ് തമ്മിലുള്ള അവരുടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ തമ്മിൽ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു പുതിയ എഗ്രിമെൻ്റ് ആണിത് ഈ റിലോസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് IIT ഖരഗ്പൂർ ലോഞ്ച് ദ വിക്രം സോദി സെൻറ്റർ ഫോർ AI ഡ്രിവൺ മൈനിങ് സിസ്റ്റം. ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ AI അല്ല, എപ്പോൾ നോക്കിയാലും എവിടെ നോക്കിയാലും AI മാത്രം അല്ലേ. IIT ഖരഗ്പൂർ ലോഞ്ച് ദ വിക്രം സോദി സെൻറ്റർ ഫോർ AI ഡ്രിവൺ മൈനിങ് സിസ്റ്റംസ്. അപ്പം ഏത് IIT ആണ്? ഇനി ആ വിക്രം സോദി ആ സെൻറ്ററിൻ്റെ പേരെന്താണ്? വിക്രം സോദി സെൻറ്റർ എന്നാണ് ആ സെൻറ്ററിൻ്റെ പേര്. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് വന്ദാര യൂണിവേഴ്സിറ്റി. ഓക്കെ, വേൾഡ്സ് ഫസ്റ്റ് വേൾഡിൽ തന്നെ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ഓക്കെ, വൈൽഡ് ലൈഫ് കൺസർവേഷന് എന്താണ് വേണ്ടി തുടങ്ങിയ ആദ്യത്തെ വേൾഡിൽ തന്നെ ആദ്യത്തെ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ആണിത് ഈ വന്ദാര യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് വേൾഡിൽ തന്നെ ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത് വേൾഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ചോദ്യം ചോദിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അടുത്ത് മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് 2026 ആരാ വോൺ ചെയ്ത്? ജാനിക് സിന്നർ ആണ് വോൺ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് 2026 ആരാ വോൺ ചെയ്ത്? ജാനിക് സിന്നർ വോൺ ചെയ്തു. അടുത്ത് മേനക ഗുരുസ്വാമി ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് ഓപ്പൺലി
LGBTQ+ MP in രാജ്യസഭ. ഓക്കെ, ആദ്യത്തെ ഓക്കെ മേനാ ഗുരുസ്വാമി ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് ഓപ്പൺലി LGBTQ+ MP ആയിട്ട് രാജ്യസഭയിൽ ആദ്യമായിട്ട് വന്ന ഒരാളാണിത് മേനക ഗുരുസ്വാമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് എന്നുള്ള ടൈം ഇവിടെ ഉള്ളതുകൊണ്ട് എന്താണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാനുള്ള പോസിബിലിറ്റിയും അതുപോലെ വളരെ കൂടുതലാണ് കേട്ടോ. അടുത്ത ഖാസി ആൻഡ് ഖാരോ. നിങ്ങൾ ഖാസി ആൻഡ് ഖാരോ ഹിൽസ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ഹില്ലാണിത് ഖാസി ഖാരോ മേഘാലയ ഹിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഖാസി ആൻഡ് ഖാരോ ലാംഗ്വേജസ് വേർ റീസെൻ്റ്ലി റെക്കഗ്നൈസ്ഡ് ആസ് സ്റ്റേറ്റ് ലാംഗ്വേജസ് ഓഫ് മേഘാലയ. മേഘാലയയുടെ പുതിയ സ്റ്റേറ്റ് ലാംഗ്വേജ് ആയിട്ട് ഓക്കെ നമ്മൾ ഖാസി ഖാരോ ജയന്തിയ ഹിൽസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. മിസോ ഹിൽസ്, മിസോറാം ലുഷെ ഹിൽസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഹിൽസ് നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയസിൻ്റെ ആ ഭാഗത്തുണ്ട് അല്ലേ? അപ്പോൾ നോക്കി ഖാസി ആൻഡ് ഖാരോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹിൽസ് ആയിരുന്നു. അതിനാണ് അവിടുത്തെ പുതിയ ഒഫീഷ്യൽ ആൻഡ് സ്റ്റേറ്റ് ലാംഗ്വേജസ് ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്, ഖാസി ആൻഡ് ഖാരോ ലാംഗ്വേജസ്. അപ്പോൾ ഒന്നെങ്കിൽ എന്താ ലാംഗ്വേജ് അല്ലെങ്കിൽ ഖാസി ആൻഡ് ഖാരോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഓൾറെഡി ജോഗ്രഫിയിലൊക്കെ ഒരുപാട് പഠിക്കുന്നതാണ്. ഇതേതാണ് ഈ പേര് മേഘാലയയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് മേഘാലയ ഇവിടുത്തെ സ്റ്റേറ്റ് ലാംഗ്വേജ് ആണെന്ത് ഖാസി ആൻഡ് ഖാരോ ലാംഗ്വേജ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, വീർ വിക്രം യാദവ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് DGCA. ഓക്കെ, ന്യൂ അപ്പോയിൻമെന്റ്. ഓക്കെ, ഡയറക്ടർ ജനറൽ ആയിട്ട് പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്താണ് വീർ വിക്രം യാദവ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്പോയിൻമെന്റ് ആട്ടോ വീർ വിക്രം യാദവ്. ഓക്കെ, നെക്സ്റ്റ് CEO ഓഫ് ഇൻഡിഗോ. ഓക്കെ, ഇൻഡിഗോ കമ്പനിയുടെ പുതിയ CEO ആയിട്ട് ആരെത്തിയിട്ടുണ്ട്? വില്യം വാൽഷിനെ എന്താണ് പുതിയ CEO ഇൻഡിഗോയുടെ CEO ആയിട്ട് ന്യൂ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. CEO ഓഫ് ഇൻഡിഗോ വില്യം വാൽഷ്. അടുത്ത് ഓപ്പറേഷൻ ഹിമസേതു. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഓപ്പറേഷൻ ആണ്. ഇന്ത്യൻ ആർമി കണ്ടക്ട് ചെയ്ത ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ഓപ്പറേഷൻ ഹിമസേതു എന്ന് പറയുന്നത്. നോക്കി കണ്ടക്ടഡ് ഇൻ സിക്കിം. ഓക്കെ, സിക്കിമിലാണിത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നോക്കി ലോഞ്ച് ബൈ ഇന്ത്യൻ ആർമി അല്ലേ? ഇന്ത്യൻ ആർമി ലോഞ്ച് ചെയ്ത ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ആണിത് ഓപ്പറേഷൻ ഹിമസേതു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓപ്പറേഷൻ ഹിമസേതു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നോർത്ത് സിക്കിമിൽ എന്താണ് ഈ കുറേ ടൂറിസ്റ്റുകൾ പെട്ടുപോയിട്ടാണ്. അപ്പോൾ അവരെ സേഫായിട്ട് എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടുന്ന് മാറ്റാൻ വേണ്ടി അതൊരു ബ്രിഡ്ജ് കൊളാപ്സ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് അവർ കുറേ ടൂറിസ്റ്റുകൾ കുടുങ്ങിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവരവിടുന്ന് മാറ്റാൻ വേണ്ടി പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു ഓപ്പറേഷൻ ഹിമസേതു എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2026. ഓക്കെ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2026 എവിടെയാണ് മുംബൈയിലാട്ടോ. 2026 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഹോസ്റ്റ് ചെയ്ത് മുംബൈ ആണ്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വഴി വരുന്നു പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് MD ആൻഡ് ചെയർമാൻ ഓഫ് BPCL. ഓക്കെ, BPCLന്റെ പുതിയ ചെയർമാൻ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? സഞ്ജയ് ഖന്നനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ന്യൂ MD ആൻഡ് ചെയർമാൻ ഓഫ് BPCL ആരാണ്? സഞ്ജയ് ഖന്ന കേട്ടോ, സഞ്ജയ് ഖന്ന. നെക്സ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആൻഡ് തീംസ് കേട്ടോ. ഇപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആൻഡ് തീംസ് നോക്കാം. ഫസ്റ്റ് വീക്കാണ് 1 to 7 ആയിട്ടുള്ള വീക്ക് നമ്മൾ ആഘോഷിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നസ് വീക്ക് എന്നാണ് നമ്മൾ ആഘോഷിക്കാറുണ്ട്. പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നസ് വീക്ക്. അടുത്ത് രണ്ടാമത്തെയാണ് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ കേട്ടോ. വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ എന്നാണ് നമ്മൾ April 2 ആഘോഷിക്കാറുള്ളത് കേട്ടോ. അടുത്ത April 5 നോക്കി നാഷണൽ മറൈടൈം ഡേ ആണിത്. April 5 നമ്മൾ ആഘോഷിക്കാറുള്ളത്. നോക്കാം എന്താണ് അതിൻ്റെ തീം നോക്കാം. മറൈടൈം ഇന്ത്യ എംപവറിംഗ് പ്രോഗ്രസ് എന്നാണിത് അതിൻ്റെ തീം കേട്ടോ. നാഷണൽ മറൈടൈം ഡേയുടെ തീം. അടുത്ത 7 നോക്കി വേൾഡ് ഹെൽത്ത് ഡേ ആണിത്. April 7 എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഡേ. അടുത്ത് നോക്കി April 10 നോക്കി വേൾഡ് ഹോമിയോപ്പതി ഡേ ആണിത്. 10 എന്ന് പറയുന്നത് കേട്ടോ. April 10 വേൾഡ് ഹോമിയോപ്പതി ഡേ ആണ്. നെക്സ്റ്റ് 15 വേൾഡ് ആർട്ട് ഡേ ആണിത്. April 15. അടുത്ത 16 വേൾഡ് വോയിസ് ഡേ. അഗെയിൻ 16 2 ദിവസമാണ്. എന്താണ് സേവ് ദ എലിഫന്റ് ഡേ എന്ന് പറയും. അടുത്ത 17 വേൾഡ് ഹീമോഫീലിയ ഡേ. 18 വേൾഡ് ഹെറിറ്റേജ് ഡേ എന്ന് പറയും. ലാസ്റ്റ് 19 വേൾഡ് ലിവർ ഡേ. 21 നാഷണൽ സിവിൽ സർവീസ് ഡേ. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് എന്നും പറയുന്നത് കേട്ടോ. ഓക്കെ, അത് നമ്മൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ അധികം വലിയ കാര്യങ്ങളൊന്നുമില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ്, അവാർഡ്സ്, മിലിറ്ററി എക്സസൈസ്, പിന്നെ പുതുതായിട്ട് വേൾഡ്സ് ഫസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്താണ് ഏറ്റവും ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർസ് സെക്ഷൻ മാത്രമാണ് നമ്മൾ ഏപ്രിലിൽ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഈ റിവിഷനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നത്. എപ്പോഴും കറണ്ട് അഫയർസ് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഓരോ അപ്പോയിൻമെൻറ്റ്സ് ആയിരിക്കും ഓരോ സമയം പിന്നെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മാറുന്ന കാര്യങ്ങൾ വീണ്ടും നമ്മൾ പുതുതായിട്ട് എന്താണ് പഠിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഒന്ന് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ മാക്സിമം ഈ വീഡിയോ എന്താണ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നെക്സ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ.